ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനോടുള്ള മനോഭാവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ചിന്തകളും സാഹചര്യങ്ങളും ഇതിനകത്ത് വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിനകത്ത് യുക്തിപരമായ ചിന്തയ്ക്കും വികാരത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് പല പങ്കാളികളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ സ്വാഭാവികമാണെങ്കിലും അത് കാലാകാലങ്ങളിൽ പരിഹരിക്കേണ്ടതാണ്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആത്മവിശ്വാസത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് ഒരടിസ്ഥാനമുണ്ട്. അവൻ്റെ പൗരുഷമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് പുരുഷൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഇതിനകത്തുള്ള അവൻ്റെ കഴിവിനെ കൂട്ടാനായിട്ട് പങ്കാളിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ തന്നെ പ്രധാനമാണ് മെൻ്റൽ ബോഡിയുടെ പ്രവർത്തനവും. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് രണ്ടും കൂടെ ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ നല്ല ഉത്തേജനവും ബലവും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. തുടക്കത്തിലുള്ള ചുംബനത്തിനും സ്പർശനത്തിനുമൊക്കെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നന്നായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പല ഭാഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ഊർജ്ജത്തെ ഒറ്റ പോയിന്റിലേക്കാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ സമയത്ത് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ചില സൈക്കോളജിക്കൽ കോഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ളൊരു ഷെയറിങ് അവർക്ക് സാധ്യമാകത്തുള്ളൂ. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് ആകാംക്ഷയുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഭാവനയിൽ കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഉദാഹരണത്തിന്, അവന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന മാറിടത്തിൻ്റെ ഒരു രൂപമുണ്ട്, അത് ഫാൻറ്റസി കാണണം. അതുപോലെ പങ്കാളിയോടുള്ള സ്നേഹത്തിൽ കൂടി, ആകർഷണത്തിൽ കൂടി, സ്വാതന്ത്ര്യത്തിൽ കൂടി ഈ ഒരു മൂഡിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ചിലർക്കാണെങ്കിൽ തുടക്കത്തിൽ നല്ല മൂഡായിരിക്കും, നല്ല ആകാംക്ഷയായിരിക്കും. പക്ഷെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ അതിന് മാറ്റം വരുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരത്തിൻ്റെ ഒരവസ്ഥയാകണമെന്നില്ല. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പങ്കാളിയുടെ ആ ഒരു രീതിയുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല കേട്ടോ, ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. ദാമ്പത്യത്തിനകത്തുള്ള സന്തോഷവും സംതൃപ്തിയൊക്കെ കൂടുതൽ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആകാംക്ഷ കുറവുള്ളവരാണെങ്കിൽ അത് കൂട്ടുന്ന രീതിയിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം. എന്നാൽ ഈ ആകാംക്ഷ അമിതമാകാനും പാടില്ല. അതും ലിംഗത്തിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതിനകത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാണ്. അപ്പം നല്ലൊരു ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിൽ നടക്കണം. എല്ലാ കാര്യങ്ങളും കൂടുതൽ ബോധപൂർവം ചെയ്യാൻ പോയാൽ ടെൻഷൻ കൂടും, ഒരു ഈസിനെസ് കിട്ടത്തില്ല, ഒരു ത്രില്ല് കിട്ടത്തില്ല. ചിലർക്കാണെങ്കിൽ പൊസിഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ മാറുമ്പോൾ ഇങ്ങനൊരു ബലക്കുറവ് തോന്നും. അതുപോലെ പങ്കാളിയോടുള്ള താല്പര്യത്തിന് കുറവ് വന്നാലും ഇതുപോലെ സംഭവിക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പുരുഷൻ്റെ ഇഷ്ടം അറിഞ്ഞുള്ള ചില ചലനങ്ങൾ പ്രയോജനപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് വ്യക്തിയാണെങ്കിലും ഇതിനകത്ത് അവരെ ഉത്തേജിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കോഡ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഏതെങ്കിലും ഒരു ഭാഗത്തിനോടുള്ള അമിതമായ ആകർഷണമാകാം, അതല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റം, സംസാരം, ചലനങ്ങൾ ഒക്കെ ആകാം. ചിലർക്കാണെങ്കിൽ പിൻഭാഗത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിൽ മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകളോടാണ് താല്പര്യം. എന്നാൽ ചിലർക്കാണെങ്കിൽ പലതരത്തിലുള്ള ചുംബനങ്ങളാണ് ഈ സമയത്ത് ഇഷ്ടം. നാവ് കൊണ്ടുള്ള ചില പ്രത്യേക രീതിയിലുള്ള ക്രിയകൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം വളരെ പ്രധാനമാണ്. പുരുഷനെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരിഷ്ടം കൂടുതലായിട്ട് വേണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ കഴിവിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ പങ്കാളിയോടുള്ള ആ ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും മാത്രം മതി, എല്ലാം ഓക്കെയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ മൂടാവാറുണ്ട്. കാരണം ഈ സമയത്ത് സ്നേഹത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ കൂടുന്നുണ്ട്. മിക്കവാറും അമിതമായ ഉത്കണ്ഠയുള്ളവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്ത് കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നുണ്ട്.
പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് ഏറ്റവും പാരയാകുന്നത് ഇതാണ്. അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് കൈകൊണ്ട് ചില ക്രിയകൾ സ്വയം ചെയ്യുന്നത് രക്തയോട്ടത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൈപ്പത്തി പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കുറച്ച് ബലത്തെയുള്ള സ്പർശനം. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഇതിനകത്ത് ബ്രെയിനും കൈയും ലിംഗവും തമ്മിൽ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഷെയറിങ്ങിൻ്റെ ഇടയിൽ ബലം കൂട്ടാനായിട്ട് ഈ രീതി നല്ലതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അതിൻ്റെ പരിഹാരത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്തിട്ട് ആ പ്രശ്നമേ മറന്നു കളയണം. ഇപ്പം നമുക്ക് ഊർജം ഇതിനകത്ത് കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. ഇപ്പം ചിലരാണെങ്കിൽ പങ്കാളിയോട് വലിയ ആകർഷണമൊന്നും തോന്നുന്നില്ലെങ്കിലും ആ സമയത്ത് അവർക്കിഷ്ടപ്പെട്ട ആരെയോ ഓർക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ആ മൂഡ് നിലനിർത്താനായിട്ട് മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ദാമ്പത്യം നയിക്കുന്ന പങ്കാളിയുള്ള ഭാര്യമാർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നേണ്ടത് ആരോടാണെന്നറിയാവോ? നല്ല ആകർഷണമുള്ള സ്ത്രീകളോട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.